അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ടെക്സ്റ്റ് ബുക്കിലെ 3ാം ചാപ്റ്ററാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അദ്ദർസു സാലിസ് ചാപ്റ്റർ 3 അൻത ഇബ്നുൻ. അൻത എന്ന് പറഞ്ഞാൽ നീ, ഇബ്നുൻ സണ്ണ്, മകന്. അപ്പോൾ അൻത ഇബ്നുൻ, നീ മോനാണ്. ഇനി അതാണ് ചാപ്റ്ററിൻ്റെ നെയിം. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ മോനും ഒരു മോളും ഇരിക്കുന്നുണ്ട്. മോള് പറയുകയാണ്, അടുത്തിരിക്കുന്ന മോനോട് പറയുകയാണ്, അന ബിൻതുൻ, ഞാൻ മോളാണ്, അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടിയാണ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മോനോട് പറയാണ്, അൻത ഇബ്നുൻ, നീ മോനാണ്. ഒന്നുകൂടെ പറയാം, അന ബിൻതുൻ, ഞാൻ പെൺകുട്ടിയാണ്, അൻത ഇബ്നുൻ, നീ മോനാണ്. ഇനി അതിന് താഴെയുള്ള പിക്ചറാണ്. ഒരു കുറച്ച് വലിയ ആൺകുട്ടി കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അവർ തമ്മിലുള്ളൊരു സംസാരമാണ്. മോന് പറയാണ് മോളോട്, അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ മോനാണ്. എന്നിട്ട് പെൺകുട്ടിയോട് പറയാണ്, അൻതി ബിൻതുൻ, അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. പെൺകുട്ടിയോട് പറയുമ്പോൾ അൻത എന്ന നീ എന്ന വേർഡ് അൻതി എന്നായി മാറുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അൻത അൻതി ആവുന്നത് ഗേളിനോട് അല്ലെങ്കിൽ പെൺകുട്ടിയോട് പറയുമ്പോഴാണ്. ശ്രദ്ധിക്കുക. താഴെയുള്ള പിക്ചർ നോക്കിയേ. അവിടെ ഒരു ഉസ്താദുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്. ഉസ്താദ് പറയാണ് കുട്ടികളോട്, അന ഉസ്താദുൻ, ഞാൻ ടീച്ചറാണ്. അൻത ഇബ്നുൻ, എന്നിട്ട് മോനോട് പറയാണ്, അൻത ഇബ്നുൻ, നീ മോനാണ്. എന്നിട്ട് പെൺകുട്ടിയോട് പറയാണ്, അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ അൻത വന്നത് മോനോട് പറയുമ്പോഴാണ്. അതായത് ബോയ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൻത എന്ന വേർഡ്. ഗേൾസിനോടാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ അൻതി എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത പേജ് നമ്പർ 11 വർക്കുകളും നോക്കാം. ഹയ്യ നുൻഷിദു. അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കിയേ. ഹാദ ഇബ്നി. ഹാദ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹാദ എന്ന് പറഞ്ഞാൽ? ദിസ് അല്ലെങ്കിൽ ഇത്. ഇബ്നി, എൻ്റെ മോനാണ്. ഇബ്നു എന്ന് പറഞ്ഞാൽ മോന്, ഇബ്നി എന്ന് പറഞ്ഞാൽ എൻ്റെ മോന്. ഇനി അടുത്തത് നോക്കിയേ. ഹാദിഹി ബിൻതി. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഹാദ ഹാദിഹി ഒക്കെ ഒരേ മീനിങ് ആണ്. പക്ഷേ ഹാദ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക ആൺകുട്ടികളുടെ പേരിൻ്റെ കൂടെയാണ്. പെൺകുട്ടികളുടെ പേരിൻ്റെ കൂടെയാണെങ്കിൽ ഹാദിഹിയാണ് ഉപയോഗിക്കുക. ഹാദിഹി ബിൻതി, ഇത് എൻ്റെ മോളാണ്. ഇനി അതിന് താഴെയുള്ളത് നോക്കിയേ. ഹാദ ജദ്ദി, ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ വല്യുപ്പയാണ്. ഇനി ഉമ്മയാവുമ്പോൾ നോക്കിയേ. ഹാദിഹി ഉമ്മി. അവിടെ ഹാദ എന്ന് നമ്മൾ ഉപയോഗിച്ചതിന് പകരം ഹാദിഹി എന്ന് ഉപയോഗിച്ചു. ഹാദിഹി ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ്. ദിസ് ഈസ് മൈ മദർ. അടുത്തത് നോക്കിയേ. അൻത അബത്തി. അൻത അബത്തി, നിങ്ങളെൻ്റെ ഉപ്പയാണ്. അൻതി ഉമ്മി, നിങ്ങളെൻ്റെ ഉമ്മയാണ്. അൻത നൂരി, നിങ്ങളെൻ്റെ പ്രകാശമാണ്. അൻതി സിരി, നിങ്ങളെൻ്റെ രഹസ്യമാണ്. ഇത്രയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി താഴെ നോക്കിയേ. നക്തുബു, നമുക്ക് എഴുതാം. കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്ത പോലെ. അവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അൻത ഇബ്നുൻ. ആ പെൺകുട്ടി മോനോട് പറയാണ്, നീ മോനാണ്, അല്ലെങ്കിൽ നീ മകനാണ്. അപ്പോൾ അടുത്ത പിക്ചറിൽ കാണുന്നുണ്ട്, ആ ബ്ലാങ്ക് ആയ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഡാഷ് ബിൻതുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ കാണിക്കുന്നത് ആ മോന്
മോളോട് സംസാരിക്കുന്നതാണ്. മോളോട് പറയാണ് അൻതി ബിന്തുൻ, നീ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ മോളാണ്. ഇനി അടുത്ത താഴെയുള്ള പിക്ചർ നോക്കിയേ, ഉസ്താദും ഒരു മോളും ഉണ്ട്. അപ്പോൾ ഉസ്താദ് പറയാണ് മോളോട് അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ് അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ്. ഇനി അടുത്തത് നോക്കിയേ, ഡാഷ് ദാരിസത്തുൻ, അൻതി ദാരിസത്തുൻ. ഇനി അതിന് താഴെ വരുന്നത് നഖറഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ആ 2 സെൻറ്റൻസുകൾ നമുക്ക് വായിക്കാം അല്ലെങ്കിൽ ഓതാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, അൻതൽ അലീമുൽ ഹക്കീം. അൻത വരുന്ന 2 സെൻറ്റൻസാണ് ഖുർആനിൽ നിന്നുള്ളത്. ഒന്നുകൂടെ റീഡ് ചെയ്യാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, അൻതൽ അലീമുൽ ഹക്കീം. താഴെ നോക്കിയേ, കോപ്പി എഴുതാനുള്ളതാണ്. അൻത എന്ന വേർഡാണ് ഫസ്റ്റ് ലൈനിലുള്ളത്, സെക്കൻഡ് ലൈനിലുള്ളത് അൻതി എന്ന വേർഡാണ്.